ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സമോസയാണ്. ഇതിന് സമോസ ഷീറ്റ് വേണ്ട, നമുക്ക് ഗോതമ്പ് പൊടി വെച്ചും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കപ്പ് ആട്ട, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു കപ്പ് ആട്ട അതിനകത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇത് ആദ്യം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ചേർക്കേണ്ടത്. ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല മയത്തി ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമോസയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു സവാള അരിഞ്ഞതുകൊണ്ട് ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. സവാള വരട്ടുന്നതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വരണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വരട്ടിയെടുക്കാം. ഇത് നല്ലപോലെ വരണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കാം. ഇത് ക്രഷ് ചെയ്ത മല്ലിയാണ്, ഇത് ക്രഷ്ഡ് ചില്ലി, പിന്നെ ഇത് ഗരം മസാലയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇത് വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോ ആണ്. ഇത് നല്ലപോലെ പൊടിച്ചതാണ്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി, മേത്തി ലീഫ് ഇവ ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്ങിനുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നിർത്തിയിടാം. അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക്
സമോസയാക്കാം. മാവ് നല്ലപോലെ മയം വന്നിട്ടുണ്ട്. ഒരു ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇനി ഓരോ പീസും അതിൻ്റെ നടുക്ക് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കോൺ ഷേപ്പിലാക്കാം. അതിനുശേഷം അല്പം വെള്ളം ഇതിലേക്ക് അല്പം വെള്ളം ഇവിടെ പുരട്ടി ഈ സൈഡ് ഒന്ന് ഒട്ടിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാല നിറയ്ക്കാം. ഇതിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ അല്പം വെള്ളം ചേർത്ത് ഒന്ന് പ്രസ് ചെയ്യാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇതേ രീതിയിലാക്കി വെക്കാം. എല്ലാം ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. സമോസ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സമോസയാണിത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.